അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സത്യം പറയുക എന്നുള്ളത് ഒരു നല്ല സ്വഭാവമാണ്. ഒരു മുഅ്മിനെ സത്യം എന്നുള്ളത് നന്മയിലേക്ക് നയിക്കും. നന്മ എന്നുള്ളത് സ്വർഗത്തിലേക്ക് നയിക്കും. അങ്ങനെ ഒരു മനുഷ്യന് എപ്പോഴും സത്യം പറഞ്ഞുകൊണ്ടിരുന്നാൽ അവനെ അള്ളാഹുവിൻ്റെ അടുക്കൽ സിദ്ദീഖ് എന്ന പേരിൽ അവനെ രേഖപ്പെടുത്തപ്പെടും. അതേസമയം കളവ് എന്ന് പറയുന്നത് തിന്മയിലേക്കാണ് നയിക്കുന്നത്. തിന്മ എന്നുള്ളത് അത് നരകത്തിലേക്കുമാണ് നയിക്കുന്നത്. ഒരു മനുഷ്യൻ കളവ് പറഞ്ഞ് അള്ളാഹുവിൻ്റെ അടുക്കൽ കദ്ദാബ് എന്ന പേരിലായിരിക്കും അവനെ രേഖപ്പെടുത്തപ്പെടുക. മാത്രവുമല്ല, അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ട്, അലാ ലാനത്തുല്ലാഹി അലൽ കാദിബീൻ, കളവ് പറയുന്ന ആളുകളുടെ മേലിൽ അള്ളാഹുവിൻ്റെ ശാപമുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. മാത്രവുമല്ല, കപട വിശ്വാസികളുടെ സ്വഭാവങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഇദാ ഹദ്ദസ കദബ, സംസാരിക്കുമ്പോൾ കളവ് പറയുന്നവനായിരിക്കും എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഗണങ്ങളിലൊന്നും മുസ്ലിമീങ്ങൾ ഒരിക്കലും തന്നെ പെടാൻ, യഥാർത്ഥ മുഅ്മിനുകൾ ഒരിക്കലും തന്നെ അതിൽ ഉണ്ടാവുകയില്ല. അത് പാടുള്ളതുമല്ല. സമാഗതമായ ഏപ്രിൽ 1 ഏപ്രിൽ ഫൂൾ എന്ന് ഈ ദിവസത്തിൽ പറഞ്ഞുകൊണ്ട് വലിയ വലിയ വിഷയങ്ങളിലൊക്കെ വലിയ കളവ് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു രീതി കണ്ടുവരുന്നുണ്ട്. അത് ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല. ഒരു കളവും അത് കളവ് തന്നെയാണ്, 1000 കളവും അതും കളവ് തന്നെയാണ്. ആയതുകൊണ്ട് ആ ഒരു രീതിയിൽ ഒരു യഥാർത്ഥ മുഅ്മിൻ ആയിക്കൂടാ എന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വകൂനൂ മഅസ്വാദിഖീൻ എന്നാണ്. ഓ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനക്ക് തഖ്വ ചെയ്ത് ജീവിക്കുകയും സത്യസന്ധന്മാരോടുകൂടെ നിങ്ങൾ സഹവസിക്കുകയും വേണം, സത്യസന്ധന്മാരോടുകൂടെ നിങ്ങൾ ആകുകയും വേണമെന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. അതിൻ്റെ മഫ്ഹൂമ് മുഖാലഫ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എതിർഭാഷ്യം എന്തായിരിക്കും? ഒരിക്കലും തന്നെ നിങ്ങൾ ആരുടെ കൂടെ ആവരുത്? കളവ് പറയുന്നവരുടെ കൂടെ ആവരുത്, അവരുമായി ചങ്ങാത്തം പുലർത്തരുത്. കാരണം ചാരിയാൽ ചാരിയത് മണക്കും എന്ന് പറഞ്ഞതുപോലെ ആയിരിക്കും. ആയതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സത്യസന്ധന്മാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.